നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല മോളെ, കുറെ നേരമല്ലേ സുജാത താഴേക്ക് കണ്ടിട്ട്? കിടക്കാൻ പറ്റാണോ? അച്ഛൻ ഇത് കഴിക്കാൻ, ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വരാം. ഇത്രയും നേരം എന്റെ കുഞ്ഞ് എന്റെ നെഞ്ചോടൊട്ടി കിടന്നില്ലേ? ഞാൻ അവളെ ചേർത്ത് പിടിച്ചില്ലേ? അച്ഛന്റെ മോളെന്ന് ഞാൻ വിളിച്ചില്ലേ? എനിക്കത് മതി അമ്മാവാ. ഏതവസ്ഥയിലും എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത് നീയാ. ഇവിടെയും നീ തന്നെയാ. ഒരു 100 ജന്മം നിനക്ക് സേവ ചെയ്താലും ഈ അമ്മാവന്റെ കടം തീരുവില്ല. അമ്മാവനൊന്ന് ചുമ്മാ തരുന്നേ. എല്ലാവരും മനസ്സറിഞ്ഞ് സന്തോഷിക്കേണ്ട സമയത്ത് ഇങ്ങനെയൊന്നും പറയണ്ട. കുഞ്ഞിനെ കുറിച്ച് ഞാൻ വീണയോടൊന്ന് പറയട്ടെ. അതെന്ത് പണിയ വീണേ? കുഞ്ഞിന് ചൂട് കൊടുക്കാൻ ഹരിയെ പോകാനായിട്ട് എന്തിനനുവദിച്ചേ? ഹരിയും കുഞ്ഞുമായിട്ട് എന്താ ബന്ധം? കുഞ്ഞിനെ വീണയ്ക്ക് വേണ്ട. കുഞ്ഞിന്റെ അവകാശം ഞങ്ങൾക്കുള്ളതാണെന്ന് വീണ സമ്മതിച്ചിട്ടുള്ളതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, NIC കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്ന കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകും. ആ നേരത്ത് വാക്ക് മാറാന്ന് വീണ കരുതണ്ട. ഞാൻ വാക്ക് മാറില്ല. എങ്കിലേ ഹരിയും അച്ഛനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവരിനി ആ കുഞ്ഞിനെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയണം. എന്തൊക്കെ നിങ്ങൾ ഈ സംസാരിക്കുന്നേ? കാര്യമൊക്കെ ശരിയാ. വീണയെ കാണാൻ നിങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇവിടെ വന്ന് കൂട്ടിയിരുന്നതും വലിയ കാര്യം തന്നെയാ. എന്ന് കരുതി ഞങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് കയറി വന്ന് അഭിപ്രായം പറഞ്ഞോണ്ടല്ലോ. അഭിപ്രായം പറയുന്നുണ്ടെങ്കിലേ അതിനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതുകൊണ്ടാ. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീണയോട് ചോദിച്ചു നോക്ക്. എന്തിനാ വീണയോട് മാത്രം ആക്കുന്നേ? ഹരിക്കറിയാലോ കാര്യങ്ങള്. എനിക്കെന്തറിയാന്നാ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളൊന്ന് തെളിച്ചു പറ. വീണ എന്താ സംസാരിക്കാത്ത? ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഞങ്ങൾ തന്ന പണത്തിന്റെ കണക്ക് മുഴുവൻ ഞങ്ങളുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. വീണ തന്ന സമ്മതപത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇവരെല്ലാം ബോധ്യപ്പെടുത്തണം. ഹരി, ചോദിച്ചതിൽ കൂടുതലേ ഞങ്ങൾ തന്നിട്ടുള്ളൂ, കുറച്ചിട്ടില്ല. അത് മറക്കണ്ട. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? നിങ്ങൾ എന്ത് കച്ചവടം ഇവളുമായിട്ട് നടത്തിയിട്ടുള്ളത്? എന്റെ കുഞ്ഞിനെ ഞാൻ ഇവർക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ചൂടല്ലേ? മോന്റെ ആ സ്നേഹം കണ്ടപ്പോ പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. എന്റെ കുട്ടിക്ക് അറിയാണ്ടല്ലോ.
അച്ഛാ, ആ അച്ഛനും മോളും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് കുറെ നേരമായല്ലോ. സംസാരത്തിനിടയിൽ കഴുപ്പ് നടക്കുന്നില്ലല്ലേ? പണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാ മോനെ. ഈ കുടുംബ വർത്താനവും നാട്ടുവർത്താനവും ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാ. ചില ദിവസം അതങ്ങനെ നീണ്ടുപോവുകയും ചെയ്യും. ആ മോൻ കഴിക്കുന്നില്ലേ? അയ്യോ, അച്ഛൻ കഴിക്കേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ആ പിന്നെ അച്ഛാ, കുറച്ച് കഴിഞ്ഞിട്ടേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തിന്? അച്ഛാ, അച്ഛനൊരു ചെക്കപ്പ് നടത്തണ്ടേ, കാർഡിയോളജിയുടെ. ഞാനെന്താ വല്ല രോഗവും മൂർച്ഛിച്ച് കിടക്കുകയാണോ? അച്ഛാ, രോഗം മൂർച്ഛിച്ച് കിടക്കാതിരിക്കാനായി പറയുന്നേ. അച്ഛൻ എന്തെങ്കിലും ചെറിയൊരു വയ്യായ്ക വന്നാലേ ഇയാളെ പിന്നെ പിടിച്ചാ കിട്ടില്ല. ഞാൻ ദേ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 3 പേർക്കും കൂടെ പോവാം. എന്താണോ? അത് പിന്നെ അമ്മയോടൊന്ന് ചോദിച്ചിട്ട്. അയ്യേ, അമ്മയോട് ഞാൻ ചോദിക്കില്ലേ? അമ്മയോട് ചോദിക്കാതെ ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടോ? അച്ഛാ, ഇത് അയാളുടെ കാര്യം. എന്ത് പറഞ്ഞാലും അമ്മ അമ്മ അമ്മ. ചില നേരത്തെ തന്നെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമൊക്കെ ഉണ്ട് എനിക്ക്. എന്നാ പിന്നെ നമുക്ക് പോവാലോ മോളെ? പോവാ അച്ഛാ. ആ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അച്ഛനും മോളും കൂടെ ഒരേ മനസ്സോടെ സമ്മതിച്ചല്ലോ. അല്ല മോളെ, കുറെ നേരമല്ലേ സുജാത താഴേക്ക് കണ്ടിട്ട്? കിടക്കാൻ പറ്റാണോ? അച്ഛൻ ഇത് കഴിക്കാം, ഞാൻ അമ്മയൊന്ന് നോക്കിയിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.